വീട്ടിലുണ്ടായ നാടൻ വഴുതനങ്ങ വെച്ച് നമുക്കൊരു വഴുതനങ്ങ പാൽക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറുത്ത് പോവാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. വഴുതനങ്ങ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മസാല പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി എടുക്കാം. ഇതിപ്പോൾ മെഴുക്ക് പുരട്ടി പരുവായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. ഉപ്പ് ലേശം കുറവുണ്ട്. ഇനി നമുക്കതിൽ ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. വഴുതനങ്ങ പാൽക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വീട്ടിലെ നാടൻ വഴുതനങ്ങ കൊണ്ടാണ് നമ്മൾ ഇന്നൊരു വഴുതനങ്ങ പാൽക്കറി ഉണ്ടാക്കി. ഇതുപോലെ വീട്ടിൽ എല്ലാവരും പച്ചക്കറി നട്ടുപിടിപ്പിച്ച് പാചകം ചെയ്ത് കഴിക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കുമല്ലോ.